അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രാവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ മുബാറക്കായ ഒരു രാവാണ് ബറാഅത്ത് രാവ്. ഖൈറായ എന്തു നല്ല കാര്യം അല്ലാഹുവിനോട് ചോദിച്ചാൽ പെട്ടെന്ന് ഇജാബത്ത് നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അടിമകളോട് അല്ലാഹു ചോദിക്കുമത്രേ, എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്? അതൊക്കെയും നിങ്ങൾ ചോദിക്കൂ, ഞാൻ ഉത്തരം നൽകാമെന്ന് അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് അടിമകളോട് പറയുമെത്രയെന്ന് ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും ഉദ്ദേശങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും കടങ്ങളും രോഗങ്ങളും ഉള്ള ആളുകളാണല്ലോ നമുക്ക്. ഇന്നത്തെ രാവ് പരമാവധി നാം ഉപയോഗപ്പെടുത്തണം. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒന്നാണ്, ഉസ്താദേ, ബറാഅത്ത് രാവിൽ നാം ചോദിക്കുന്ന കാര്യം, ദുആ ചെയ്യുന്ന കാര്യം, നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, മുറാദുകൾ പെട്ടെന്ന് ഹാസിലാകാൻ, പെട്ടെന്ന് നടന്നു കിട്ടാൻ, പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ ഏത് ദിക്റാണ് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇസ്തിഗ്ഫാർ. റജബും ശഅബാനും റമളാനും ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. ധാരാളം ഇസ്തിഗ്ഫാറുകൾ നിങ്ങൾ റജബിലും ശഅബാനിലും റമളാനിലും വർദ്ധിപ്പിക്കണമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ബറാഅത്ത് രാവിൽ ഒരു കാര്യം നടന്നു കിട്ടാൻ, ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം പൂർത്തിയായി കിട്ടാൻ ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഇസ്തിഗ്ഫാറാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മൻ ലദിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ. ഒരു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, ഒരാൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുകയാണെങ്കിൽ മിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവൻ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, ടെൻഷനിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും അവനെ അല്ലാഹു രക്ഷപ്പെടുത്തും. വമിൻ കുല്ലി ളീഖിൻ മഖ്റജ, അവൻ അനുഭവിക്കുന്ന കുടുക്കിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു അവനിക്ക് റിസ്ക് നൽകും, സമ്പത്ത് നൽകും, പണം നൽകും, ഐശ്വര്യം നൽകും, വീട് നൽകും, മക്കളെ നൽകും, ജീവിക്കാൻ ആവശ്യമായ എല്ലാം അല്ലാഹു അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു നൽകും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ബറാഅത്ത് രാവിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം പൂർത്തിയായി കിട്ടാൻ നല്ല നിയത്തോടെ ഇഖ്ലാസോടെ ഖിബ്ലക്ക് മുന്നിട്ട് 1000 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, അല്ലെങ്കിൽ 10,000 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, അല്ലെങ്കിൽ 1,00,000 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ പെട്ടെന്ന് ഇജാബത്ത് കിട്ടും, പെട്ടെന്ന് ഉത്തരം കിട്ടും. മഹാനായ ഹസനുൽ ബസ്രി, വജാഅ ഫിൽ അസരി അനിൽ അസരിൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞു വന്നപ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത പരിഹാരം, നിങ്ങൾ ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലുക. മക്കളില്ലാത്തവരോട് പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചൊല്ലുക. കടം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരോട് പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചൊല്ലുക. വെള്ളമില്ലാത്തവർക്ക് വിവാഹം പെട്ടെന്ന് നടന്നു കിട്ടാൻ, അങ്ങനെ എല്ലാ ആളുകൾക്കും പറഞ്ഞു കൊടുത്ത ഒരു പരിഹാര മാർഗമാണ് ഇസ്തിഗ്ഫാർ ചൊല്ലുക. അപ്പോൾ ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ, എല്ലാവർക്കും ഒരേ പരിഹാരം, ഒരേ ദിക്ർ പറഞ്ഞു കൊടുക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞത്, ഞാൻ വെറുതെയല്ല പറഞ്ഞത്,
മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തിനോട് പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഓ ജനങ്ങളെ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലുക, ഖേദിച്ച് മടങ്ങുക, ചെയ്തുപോയ തെറ്റുകൾ റബ്ബിനോട് ഖേദിച്ച് തൗബ ചെയ്ത് നിങ്ങൾ മടങ്ങുക. അല്ലാഹു വല്ലാതെ പുറത്തു തരുന്നവനാണ്. യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാ, നിങ്ങൾക്ക് അല്ലാഹു മഴ നൽകും, ആകാശത്തിൽ നിന്ന് അല്ലാഹു മഴ വർഷിപ്പിച്ചു തരും. വയംദിദുക്കും ബിഅംവാ, നിങ്ങൾക്ക് മുതൽ നൽകും. വബനീ, നിങ്ങൾക്ക് മക്കൾ നൽകും. വജഅൽ ലക്കും ജന്നാത്ത്, നിങ്ങൾക്ക് തോട്ടങ്ങൾ നൽകും. വജഅൽ ലക്കും അൻഹാറാ, നിങ്ങൾക്ക് പുഴകൾ നൽകും. ദുന്യവിയായ ജീവിതത്തിൽ ഐശ്വര്യത്തോടുകൂടി ജീവിക്കാൻ എല്ലാം നൽകും. നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാവിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം നടന്നു കിട്ടാൻ ഇസ്തിഗ്ഫാർ ചൊല്ലി നല്ല നിയത്തോടുകൂടെ ചൊല്ലിയാൽ പെട്ടെന്ന് നടന്നു കിട്ടും. വീടില്ലാത്തവർ ചൊല്ലുക, കടമുള്ളവർ, കടം ധാരാളമുള്ളവർ ചൊല്ലുക, വിവാഹം ശരിയാകാത്തവർ ചൊല്ലുക, വീട്ടിൽ പ്രശ്നമുള്ളവർ ചൊല്ലുക, ഭർത്താവിന് ജോലിയില്ലാത്ത എത്രയോ സഹോദരിമാര് പ്രയാസം പറഞ്ഞവരുണ്ട്, അവര് ചൊല്ലുക. ഭർത്താവിന് ജോലി ലഭിക്കാൻ, മക്കൾക്ക് ജോലി ലഭിക്കാൻ, വീട്ടിലെ പ്രശ്നങ്ങൾ മാറാൻ, ദാരിദ്ര്യം മാറാൻ, നല്ല ജോലി ലഭിക്കാൻ, നല്ല വിസ ലഭിക്കാനും, പരീക്ഷയിൽ വിജയിക്കാനും, സിഹിർ, കണ്ണീർ, ശൈത്വാനിയത്ത്, റൂഹാനിയത്ത് മാറാനും, രോഗങ്ങൾ മാറാൻ, ഐശ്വര്യം ലഭിക്കാനും, എല്ലാത്തിനും പരിഹാരമുള്ള ഒരു മരുന്നാണ്, ഒരു അത്ഭുത ദിക്റാണ് ഇസ്തിഗ്ഫാർ. രാവിൽ ഒരാൾ ഇസ്തിഗ്ഫാർ നല്ല നിയത്തോടുകൂടെ ചൊല്ലിയാൽ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് തീപാറും വേഗത്തിൽ, മിന്നൽ വേഗത്തിൽ ഉത്തരം കിട്ടും. ഒരു സംശയവും വേണ്ട. മാ മിൻ അബ്ദിൻ വലാ അമത്തിൻ യസ്തഗ്ഫിറുല്ലാഹ കുല്ല യൗമിൻ 70 മറ ഇല്ലാ ഗഫറല്ലാഹു ലഹു 70 ദംബ. ഒരാൾ ഒരു ദിവസം 70 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അവന്റെ 70 ദോഷങ്ങൾ, തിന്മകൾ, തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരെ അല്ലാഹു ഒരിക്കലും ശിക്ഷിക്കൂല. അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകൾ, സ്വാലിഹീങ്ങളായ അടിമകളുടെ മഹത്വങ്ങള്, അവരുടെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആന് പറഞ്ഞത് വഹും യസ്തഗ്ഫിറൂൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അവർ അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ഏറ്റവും നല്ല സമയമാണ് അത്താഴ സമയം. തഹജ്ജുദ് നിസ്കരിച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അല്ലാഹു അവന്റെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കും. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ബറാഅത്ത് രാവ് നാം ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ പറയുക. ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലുള്ള സർവ്വ മുറാദുകളെയും ഉദ്ദേശങ്ങളെയും ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും നിറവേറ്റി തരട്ടെ. മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും ടെൻഷനുകളെയും രോഗങ്ങളെയും കടങ്ങളെയും അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, സുഖത്തോടെ, ആഫിയത്തോടെ അല്ലാഹുവിന്റെ ത്വഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യമക്കൾ, കുടുംബക്കാർ ദുആ കൊണ്ട് ഏൽപ്പിച്ച സർവ്വ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഈ ചാനലിലൂടെ ക്ലാസ് കേൾക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.